പുറത്ത് നല്ല മഴ പെയ്യാണ്. അപ്പോൾ നമുക്കിന്ന് കഞ്ഞിയും പയറും കഴിച്ചാലോ. അങ്ങനെ ചെറുപയർ ഒരു അരനാഴി, അതുപോലെ തന്നെ മട്ടയിൽ ഒരു അരനാഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. ഞാൻ ഹോസ്റ്റലാണ് കേട്ടോ ഫുഡ് കുക്ക് ചെയ്യുന്നത്. വൈകിട്ട് നമുക്ക് നല്ല മഴയും തണുപ്പൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഫുഡാണ്. ഇടുക്കിക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉലുവ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദഹനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ ഉപ്പിടാൻ വേണ്ടി മറക്കണ്ട. അങ്ങനെ എൻ്റെ കുക്കർ കയറി അടുപ്പേ കയറി ഇരുന്നു കേട്ടോ. ഇനി കുറച്ചധികം വിസിലൊക്കെ വരാൻ വേണ്ടിയുണ്ട്. കുറച്ച് അരി നിരത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നമ്മൾ പുറത്ത് കാക്കയ്ക്കോ അല്ലെ പ്രാവിനൊക്കെ കൊണ്ടുപോയി വെക്കാറുണ്ട് കേട്ടോ. എന്നുള്ള ഒരു അരിമണി പോലും കളയാൻ പാടില്ല. അങ്ങനെ സന്ധ്യ ആയിക്കൊണ്ട് വരുവാണ്. നേരത്തെ നമുക്ക് ഫുഡ് കഴിക്കണം. കാരണം കഞ്ഞിയും പറയ്ക്കുക എന്താണെങ്കിലും നമ്മൾ ഡിന്നർ കഴിക്കുമ്പോൾ നേരത്തെ കഴിക്കണം. ഒരു 7 മണിക്കൊക്കെ മുന്നേ. ഫസ്റ്റ് വിസിലൊന്നും, സെക്കൻഡ് വിസിലൊന്നും, തേർഡ് വിസിലൊന്നും, ഒരു 10 വിസിലടുത്ത് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാത്ത പയറൊക്കെ ആണല്ലോ. അങ്ങനെ വെന്ത് വന്നെന്ന് എനിക്ക് തോന്നിയപ്പോഴത്തേക്കും ഞാൻ കുക്കർ ഓഫ് ചെയ്തു. പിന്നെ ഇതുപോലെ എനിക്ക് മല്ലിപ്പൊടി കിട്ടും, കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്ക് ഇത്രയും ഒരു വേവ് മതി. അങ്ങനെ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അച്ചാറോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തൈരാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നിരന്ന പാത്രത്തിലിട്ടിട്ട് അങ്ങ് കഴിച്ചു. വൈകിട്ട് വേഗം നമ്മൾ ഹോസ്റ്റലിലൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിന്നറാണ്. ബൈ.